നമസ്കാരം. ഹൈദരാബാദ് ഭാരതത്തിൽ ലയിച്ചിട്ട് 75 വർഷം പിന്നിടുന്നു. ഈ കഥ ഇപ്പോൾ ഓർത്തെടുക്കാൻ കാരണം ഇന്ത്യയെ വെട്ടിമുറിക്കാൻ ആദ്യമായി ഒരു പദ്ധതിയിട്ടത്, അതായത് ഇപ്പോൾ PFI രൂപീകരിച്ചിരിക്കുന്ന പോലുള്ള ഒരു ആശയം, യുണൈറ്റഡ് സതേൺ സ്റ്റേറ്റ് എന്ന ആശയം ആദ്യമായി മെനഞ്ഞെടുത്തത് നൈസാമാണ്. ഒരുപക്ഷെ സർദാർ പട്ടേൽ ഇല്ലായിരുന്നുവെങ്കിൽ, നെഹ്റു മാത്രമേ ഉണ്ടായിരുന്നുവെങ്കിൽ തെക്കൻ സംസ്ഥാനങ്ങൾ ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമല്ലാതായി മാറുമായിരുന്നു. മഹാരാഷ്ട്രയും കർണാടകയും ആന്ധ്രാപ്രദേശും തെലുങ്കാനയും അടങ്ങുന്ന വലിയൊരു നാട്ടുരാജ്യമായിരുന്നു ഹൈദരാബാദ്. നെഹ്റുവിന് നൈസാമിനെ വെറുപ്പിക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു. മുൻപ് കശ്മീരിൽ അബ്ദുള്ളയെ വെറുപ്പിക്കാൻ ഇഷ്ടമല്ലാതായിരുന്നു പോലെ. അപ്പോഴും സമാധാന സന്ധികൾക്കായിരുന്നു നെഹ്റുവിന് താല്പര്യം. സ്വതന്ത്ര ഹൈദരാബാദ് ഇന്ത്യയെ ബാധിക്കുന്ന ഒരു ക്യാൻസർ ആകുമെന്ന് ആദ്യം തിരിച്ചറിഞ്ഞത് സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു. സർദാർ വല്ലഭായ് പട്ടേൽ ആക്ടിംഗ് പ്രൈം മിനിസ്റ്ററായി മാറി നെഹ്റു ഇന്ത്യക്ക് പുറത്തു പോയപ്പോൾ 1948 സെപ്റ്റംബറിൽ, ആ സമയം തന്നെ അദ്ദേഹം ഇന്ത്യൻ ആർമിയോട് ഹൈദരാബാദിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടു. വെറും 4 ദിവസം കൊണ്ട് ഹൈദരാബാദിൻ്റെ നിയന്ത്രണം ഇന്ത്യൻ ആർമിയുടെ കയ്യിൽ. അങ്ങനെ ആദ്യമേ തന്നെ 2 കഷ്ണമായി മാറിയ ഭാരതത്തിന് പിന്നീട് ഒരു മുറിവുണ്ടാകാതെ സംരക്ഷിക്കാൻ കഴിഞ്ഞു പട്ടേലിൻ്റെ സഹായത്തോടുകൂടി. അങ്ങനെ നൈസാമിൽ നിന്ന് മോചനം നേടി രാജ്യത്തോട് ചേർത്തുവെന്നേ പറയാവൂ എന്നാണ് തെലുങ്കാനയിലെ കോൺഗ്രസും അസദുദ്ദീൻ ഒവൈസിയും പറയുന്നതെങ്കിൽ, ഞങ്ങൾക്ക് മോചനം ലഭിച്ചു എന്ന് പറയാൻ തന്നെയാണ് നമ്മുടെ തീരുമാനം. മുന്നേ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ ആന്ധ്രാപ്രദേശിനേക്കാൾ വളരെ വലുതായിരുന്നു ഹൈദരാബാദ്. മഹാരാഷ്ട്രയും കർണാടകയും ആന്ധ്രയും തെലുങ്കാനയും അടങ്ങുന്ന വലിയ രാജ്യം. 85% ഹിന്ദുക്കളും 15% മുസ്ലിങ്ങളും അടങ്ങുന്ന ഒരു നാട്ടുരാജ്യം. അതിൻ്റെ ഭരണാധിപനാകട്ടെ ഉസ്മാൻ അലി ഖാൻ എന്ന നൈസാം, ലോകത്തിലെ തന്നെ ഏറ്റവും ധനികനായ മനുഷ്യൻ. 1947 കണക്കെടുത്ത് നോക്കിയാൽ അമേരിക്കൻ GDPയുടെ 2% നൈസാമിൻ്റെ സമ്പാദ്യം. ഹൈദരാബാദിൻ്റെ ഏറ്റവും അവസാനത്തെ നൈസാമാണ് ഉസ്മാൻ അലി. 1911 മുതൽ 1948 വരെ നീണ്ടുനിന്ന ഭരണം. ഒരു ബൃഹത്തായ രാജധാനി അടക്കി ഭരിച്ചിരുന്ന ഫ്യൂഡൽ ചക്രവർത്തി. കർഷകരെ ക്രൂരമായി ദ്രോഹിച്ചുകൊണ്ട് നൈസാം തടിച്ചു കൊഴുത്തു. ശരീരം കൊണ്ടല്ല, സമ്പാദ്യം കൊണ്ട്. 1947 ഭാരതം സ്വതന്ത്രയായപ്പോൾ ഇന്ത്യയോടൊപ്പം ചേരാൻ നൈസാം വിസമ്മതിച്ചു. ഒരു സ്വതന്ത്ര രാജ്യമായി നിലനിൽക്കാനാണ് അയാൾ ആഗ്രഹിച്ചത്. ഹൈദരാബാദിൻ്റെ പ്രൈം മിനിസ്റ്ററായ മിർ ലൈക്ക് അലി ബ്രിട്ടീഷുകാരുമായി ഒരു കരാറുണ്ടാക്കി. ഈ ഉടമ്പടി പ്രകാരം ഹൈദരാബാദ് സ്വതന്ത്ര നാട്ടുരാജ്യമായി നിലകൊള്ളും. നവംബർ 29, 1947 ഇപ്പോഴെങ്ങനെയാണോ അങ്ങനെ തന്നെ തുടരാനുള്ള ഒരു കരാറാണ് അവർ ബ്രിട്ടനുമായി ഉണ്ടാക്കിയത്. വിദേശകാര്യവും പ്രതിരോധവും വാർത്താവിനിമയവും ഇന്ത്യൻ സർക്കാരിൻ്റെ കയ്യിൽ. ആഭ്യന്തര ഭരണം നൈസാമിൻ്റെ കീഴിൽ. നൈസായി ഭാരതത്തെ തേച്ചൊട്ടിക്കാമെന്ന് വിചാരിച്ചു. നൈസാമിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്തുതിപാഠകരെല്ലാം ഇന്ത്യയുമായി കൂട്ടിയോജിക്കുന്നതിന് എതിർപ്പുണ്ടാക്കി. ആ സമയമാണ് മജ്ലിസെ ഇത്തിഹാദി മുസ്ലിമിൻ ആരംഭിക്കുന്നത്. ഇപ്പോഴത്തെ അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടി. 3 മണിക്കൂർ പട്ടാളം ഇവിടെ നിന്ന് മാറി നിന്നാൽ മുഴുവൻ ഹിന്ദുവിനെയും കൊന്നു തള്ളാം എന്ന് പറഞ്ഞ വാരിഷ് പഠാൻ്റെ പാർട്ടി. 1927 നൈസാമിനൊപ്പം നിൽക്കുവാൻ വേണ്ടി ഈ പാർട്ടി രൂപീകരിക്കുന്നത്. 1946 ഓൾ ഇന്ത്യ മജ്ലിസി ഇത്തിഹാദിൻ മുസ്ലിമിൻ്റെ ചാർജ് കാസിം റസ്വിയുടെ കയ്യിൽ. കാസിം റസ്വി തുടങ്ങിയ ഒരു പട്ടാളമുണ്ട്. അവരുടെ പേരാണ് റസാക്കർമാർ. ഹൈദരാബാദിനെതിരെ പ്രക്ഷോഭമുണ്ടാക്കുന്ന ആൾക്കാരെ അടിച്ചമർത്താൻ തുടങ്ങിയ സൈന്യം. അതിനുവേണ്ടി പ്രസംഗകനായ കാസിം ആസൂത്രണങ്ങൾ മെനഞ്ഞെടുത്തു. മദർ ഹൈദരാബാദ് ഒരിക്കലും ഇന്ത്യയുടെ കൈകളിൽ ചെന്ന് പെടരുത് എന്ന് അയാൾ ആഗ്രഹിച്ചു. മദർ ഹൈദരാബാദ് ബി എറ്റേണൽ. 1947-48 കാലത്ത് ഇന്ത്യയോട് ഒരു കാരണവശാലും അടുക്കാൻ സാധിക്കില്ല എന്ന് നൈസാമും കൂട്ടാളികളും ഉറപ്പിച്ചു പറഞ്ഞു. റസാക്കർമാർ അഴിഞ്ഞാടി. അവർ നടത്തിയ ക്രൂരതകൾക്ക് കയ്യും കണക്കുമില്ലായിരുന്നു. അങ്ങനെയായിരുന്നു റസാക്കന്മാർ രക്തരൂക്ഷിതമായ ഒരു വിപ്ലവം നയിച്ചത്. വിപ്ലവത്തിൻ്റെ അലയൊലികൾ അങ്ങ് ഡൽഹി വരെ എത്തി. സർദാർ പട്ടേൽ തിരിച്ചടയ്ക്കാൻ തീരുമാനിച്ചു. വരട്ടെ, ഓപ്പറേഷൻ പോളോയുടെ മറ്റ് കഥകൾ പറയുന്നതിന് മുന്നേ ഒരു ചെറിയ കഥ കൂടി പറയേണ്ടതുണ്ട്. ഇതിനിടയിൽ നൈസാം പാകിസ്ഥാനൊപ്പം ചേരുവാൻ തീരുമാനമെടുത്തിരുന്നു. പാകിസ്ഥാനിൽ നിന്ന് ആയുധം ഇറക്കുവാനുള്ള എഗ്രിമെൻ്റ് ഉണ്ടാക്കി. പക്ഷേ ഇതിന്
സാധിക്കുമായിരുന്നില്ല. കാരണം ഭാരതത്തിനകത്ത് ആയിരുന്നല്ലോ ഹൈദരാബാദ് നിലനിന്നത്. ചുറ്റും ഭാരതത്തിൻ്റെ സൈനികരുണ്ടായിരുന്നു. ഇതിന് ഒരു പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് നൈസാം പല വഴികളും ആലോചിച്ചു. പക്ഷേ ഇതിനെല്ലാം ഇന്ത്യ തുരങ്കം വെച്ചു. VK കൃഷ്ണമേനോൻ എന്ന നയതന്ത്രജ്ഞൻ്റെ കരുത്തുറ്റ ഇടപെടലിലൂടെ നൈസാം തീർത്തും ഒറ്റപ്പെട്ടു. ഇവിടെയാണ് മുൻ സൂചിപ്പിച്ചതുപോലെ കരമാർഗവും കടൽ മാർഗവും നൈസാമിന് ആയുധമെത്തിക്കുവാൻ സാധിക്കുമായിരുന്നില്ല. അങ്ങനെ സിഡ്നി കോട്ടൺ എന്ന ഒരു അന്താരാഷ്ട്ര കള്ളൻ്റെ സഹായം നൈസാം ആവശ്യപ്പെട്ടു. 20 മില്യൺ പൗണ്ട്, ഇന്നത്തെ 5000 കോടി രൂപയായിരുന്നു സിഡ്നി കോട്ടന് നൈസാം നൽകിയത്. 25,000 മോട്ടോർ, 5000 സബ്മെഷീൻ ഗൺ, 1000 റൈഫിൾ, അങ്ങനെ വലിയ ഒരു സന്നാഹം നൈസാം കൊണ്ടുവന്നെത്തിച്ചു. പക്ഷേ നൈസാമിന് ഇന്ത്യയെ ആക്രമിച്ച് കീഴടക്കുക എന്ന ഒരു കാര്യം ബാലികേറാം മലയാണ് എന്ന് അയാൾ ഓർത്തില്ല. സർദാർ പട്ടേൽ ഒട്ടും അമാന്തിച്ചില്ല. അങ്ങനെയാണ് ഐതിഹാസികമായ ഓപ്പറേഷൻ പോളോ ആരംഭിക്കുന്നത്. സെപ്റ്റംബർ 13 മുതൽ 17 വരെയുള്ള ദിവസങ്ങളിൽ 36,000-ഓളം സംഖ്യ വരുന്ന ഇന്ത്യയുടെ സേന ഹൈദരാബാദിലേക്ക് ഇരച്ചു കയറി. പല ഇടങ്ങളിൽ നിന്നായിട്ട് ഹൈദരാബാദിനെ ഇന്ത്യൻ സൈന്യം ആക്രമിച്ചു. ഹൈദരാബാദിൽ നിരവധി പോളോ ഗ്രൗണ്ടുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇതിനെ ഓപ്പറേഷൻ പോളോ എന്നാണ് അറിയപ്പെട്ടത്. തന്ത്രപ്രധാനമായ 12 ഇടങ്ങളിൽ ഇന്ത്യ താവളം ഉറപ്പിച്ചു. ഇന്ത്യയെ നയിച്ചതാകട്ടെ മേജർ ജയന്തോനാഥ് ചൗധരി. ഹൈദരാബാദിൻ്റെ തന്ത്രപ്രധാനമായ മേഖലകളിൽ കൂടി സൈന്യം ഇരച്ചെടുത്തു. ഇന്ത്യൻ സേന എല്ലാ പ്രതിരോധവും തട്ടി നീക്കി ഹൈദരാബാദ് സിറ്റിയിൽ പ്രവേശിച്ചു. പുതുതായി കിട്ടിയ ആയുധങ്ങൾ പരിശീലിക്കുന്നതിന് മുന്നേ തന്നെ റസാക്കർമാരെ വരുതിയിലാക്കി. 1948 സെപ്റ്റംബർ 17 നൈസാം കീഴടങ്ങി. 1957 ഖാസിം റസ്വി പാകിസ്ഥാനിലേക്ക് നാടുകടത്തി. ഓപ്പറേഷൻ പോളോ ഹൈദരാബാദിൻ്റെ സമാധാനം വീണ്ടെടുത്തു. ഗോൽക്കൊണ്ട പിടിച്ചടക്കിയ നൈസാമിന് ഇന്ത്യയുടെ ഓപ്പറേഷൻ പോളോയിൽ പിടിച്ചു നിൽക്കാനായില്ല. ഈ പദ്ധതിയിലൂടെ ഇന്ത്യ ഹൈദരാബാദിനെ ചേർത്ത് പിടിച്ചു. ഇന്ന് PFI സതേൺ സ്റ്റേറ്റ്സ്, യുണൈറ്റഡ് സതേൺ സ്റ്റേറ്റ്സ് എന്ന പുത്തനാശയവുമായി വന്നിരിക്കുകയാണ്. ഇത് പുത്തനാശയമല്ല, നൈസാമിന് തന്നെ നൈസായി പണി കൊടുത്ത് ഒഴിവാക്കിയ ഒരു ചരിത്രമുണ്ട് ഇന്ത്യക്ക്. PFI ഇനി എന്തു തന്നെ ശ്രമം നടത്തിയാലും യുണൈറ്റഡ് ഇന്ത്യ, യുണൈറ്റഡ് ഭാരതം എന്നത് ഒരു സങ്കല്പമല്ല, ഒരു യാഥാർത്ഥ്യമാണ്. അനാദികാലം നീണ്ടു നിൽക്കേണ്ട ആ യാഥാർത്ഥ്യം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.